ഇതാ തന്റെ പൊതുസാരഥി ആദിനാട് അച്ചുവിന്റെ കയ്യം പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ പൂരപ്രപഞ്ചത്തിലേക്ക് വന്നു ചേരുകയാണ് കേശു. സൗന്ദര്യം കൊണ്ടും വരദാനമാകുന്ന അലങ്കാരങ്ങൾ കൊണ്ടും തെക്കൻ മലയാളത്തിന്റെ പൂരഭൂമികളിൽ താരമായവൻ ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചെറുതല്ലാത്ത നിയോഗങ്ങളിലേക്ക് ചുവടുവെച്ച് അന്ന് രാജകീയം ഊട്ടിയുറപ്പിച്ചവൻ വരും കാലത്തെ ആവേശങ്ങളുടെ വരവിന് സ്ഥാനമുണ്ടാകുമെന്ന് വെല്ലുവിളിയോട് പറയുന്ന യുവരാജാവ് നാളെയുടെ സദസ്സുകളിൽ നായകത്വം തന്റെ പേരിലും കുറിക്കുമെന്ന് അടിപൊളിയിട്ട് തെളിയിച്ച രാജകുമാരൻ വന്നു ചേരുന്നു. മീനാട് ശ്രീ ധർമ്മശാസ്താവിനെ തൊഴുതു വണങ്ങി ഉത്സവാവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ, ആലയടി തമ്പുരാന്റെ ആഘോഷ പ്രപഞ്ചത്തിൽ അലങ്കാരത്തിൽ നിറസാന്നിധ്യമാകുന്നവൻ, വിലക്കാത്ത ആരവങ്ങൾ തനിക്കായി ഒരുക്കി നിൽക്കുമെന്ന് ഉത്സവ മലയാളത്തോട് ഉറക്കെ പറഞ്ഞവൻ യുവരാജ കേസരി മീനാട് കേശു. ചന്തങ്ങൾക്കെന്നും അകതാറിൽ സ്ഥാനം നൽകുന്ന ആനക്കമ്പക്കാരുടെ ആരോമൽ പുത്രനായ കേശു. കുട്ടിത്വത്തിന്റെ കാലം കടന്ന നാൾ കൂട്ടാളിയിൽ നിന്നും കടമ്പാനയിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പുള്ളവൻ, വായ്ത്താരികളും വാഴ്ത്തിപ്പാടലുകളും നാളത്തെ വീഴ്ചകൾക്ക് കാത്തിരിക്കുമെന്ന് അടിപൊളിയിട്ട് തെളിയിച്ചവൻ, മീനാട് വിനായകൻ തെളിക്കുന്ന പാതയിലെല്ലാം തന്റെ നാമധേയവും മുഴങ്ങുമെന്ന് കാണിച്ചു തീരുന്നവൻ, മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കൊച്ചാന യുവരാജ കേസരി മീനാട് കേശുവിനും സാരഥി മാർഗം തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം.